വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DB സ്കാൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിനു മുന്നേ എന്താണ് ഡെൻസിറ്റി ബേസ്ഡ് മെത്തേഡ്സ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഡേറ്റ ഒബ്ജക്ട്സിനെ ഡെൻസിറ്റിയുടെ ബേസിൽ ഡിഫറൻറ്റ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് തിരിക്കുന്നതിനെയാണ് ഡെൻസിറ്റി ബേസ്ഡ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഡെൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഡേറ്റ ഒബ്ജക്റ്റിൻ്റെ മാസ് അല്ലെങ്കിൽ വോളിയം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡേറ്റ ഒബ്ജക്ട്സിനെ ഡിഫറൻറ്റ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് തിരിക്കുന്നത്. ഈ ഡെൻസിറ്റി ബേസ്ഡ് മെത്തേഡ്സിന് ഒരു എക്സാമ്പിളാണ് DB സ്കാൻ. ഈ DB സ്കാൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. DB സ്കാൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡെൻസിറ്റി ബേസ്ഡ് സ്പേഷ്യൽ ക്ലസ്റ്ററിംഗ് ഓഫ് ആപ്ലിക്കേഷൻ വിത്ത് നോയ്സ് എന്നാണ്. DB സ്കാനിന് രണ്ട് ഇൻപുട്ടുകളാണ് ഉള്ളത്. ഒന്ന് എപ്സലോണും മറ്റേത് മിൻ പോയിൻറ്റ്സ്. ഫസ്റ്റ് നമുക്ക് എപ്സലോൺ എന്താണെന്ന് നോക്കാം. എപ്സലോൺ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഡേറ്റ ഒബ്ജക്റ്റ് വെച്ച് ഫോം ചെയ്ത സർക്കിളിൻ്റെ റേഡിയസ് ആണ് നമ്മുടെ എപ്സലോൺ എന്ന് പറയുന്നത്. റേഡിയസ് ഓഫ് സർക്കിൾ ഫോംഡ് വിത്ത് ഡേറ്റ ഒബ്ജക്റ്റ് ആസ് സെൻറ്റർ. ഇനി മിൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നതോ മിനിമം നമ്പർ ഓഫ് ഡേറ്റ പോയിൻറ്റ്സ് ഇൻസൈഡ് ദ സർക്കിൾ. ഈ സർക്കിളിനുള്ളിൽ എത്ര മിനിമം നമ്പർ ഓഫ് ഡേറ്റ പോയിൻറ്റ്സ് ആണുള്ളത് അതിനെയാണ് മിൻ പോയിൻറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പിക്ചർ എടുക്കാനാണെങ്കിൽ ഇതിൽ എത്ര മിനിമം നമ്പർ ഓഫ് ഡേറ്റ പോയിൻറ്റ്സ് ഉണ്ട്? 1, 2, 3. അങ്ങനെയാണ് ഇതിൻ്റെ മിൻ പോയിൻറ്റ്സ് 3 ആയിട്ട് വന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഡേറ്റ പോയിൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ ആണ് കോർ പോയിൻ്റ്, സെക്കൻഡ് വൺ ബൗണ്ടറി പോയിൻ്റ്, തേർഡ് വൺ നോയ്സ് പോയിൻ്റ്. അതായത് ഈ ഒരു ഫിഗർ എടുക്കാനാണെങ്കിൽ ഇതിൽ എ ആണ് നമ്മുടെ കോർ പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് സെൻറ്റർ ഡേറ്റ ഐറ്റത്തിനെയാണ് നമ്മൾ കോർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ ഓഫ് മിൻ പോയിൻറ്റ്സ്. മിൻ പോയിൻറ്റ്സിൻ്റെ കണ്ടീഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് അത് സർക്കിളിൻ്റെ ഇൻസൈഡ് വേണം വരാൻ. ഇനി ബൗണ്ടറി പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൈബർ ഓഫ് ദ കോർ പോയിൻ്റ്. ഈ രണ്ട് പോയിൻറ്റ്സ് നോക്കിക്കേ, ഇത് രണ്ടും നമ്മുടെ കോർ പോയിൻറ്റിൻ്റെ നൈബറായിട്ട് വരുന്നതല്ലേ. അപ്പോൾ ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? ബൗണ്ടറി പോയിൻ്റ് എന്ന് വിളിക്കാം. ഇനി നെക്സ്റ്റ് വണ്ണാണ് നോയ്സ് പോയിൻ്റ്. നോയ്സ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് കോർ നോർ ബൗണ്ടറി. അതായത് കോർ പോയിൻറ്റും അല്ല ബൗണ്ടറി പോയിൻറ്റും അല്ല, അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ നോയ്സ് പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഇതിൽ നമുക്ക് നോക്കാനാണെങ്കിൽ നമ്മൾ ഇത്രയും സർക്കിൾസ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇതിൽ നമ്മുടെ കോർ പോയിൻ്റ് ഏതൊക്കെയാണെന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാമോ? കോർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെൻറ്റർ ഡേറ്റ പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോർ പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. ഈ സർക്കിളിൻ്റെ സെൻറ്റർ അല്ലേ ഈ പി. അപ്പോൾ പി എന്ന് പറയുന്നത് നമുക്ക് കോർ പോയിൻറ്റിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഈ സർക്കിളിൻ്റെ സെൻറ്റർ അല്ലേ ആർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആറിനെ കോർ പോയിൻ്റായിട്ട് ആഡ് ചെയ്യാം. ഇനി ക്യൂ എന്ന് പറയുന്നത് നോക്കിക്കേ, ഈ സർക്കിളിൽ ഈ സെൻറ്റർ പോയിൻ്റ് ആയിട്ടുള്ള കോർ പോയിൻ്റ് പിയുടെ നെയ്ബറായിട്ട് വരുന്നതല്ലേ ക്യൂ. അപ്പോൾ അത് ബൗണ്ടറി ആയിട്ട് ആഡ് ചെയ്യാം. ഇനി ഈ സർക്കിളിൽ ഈ ആർ എന്ന് പറയുന്ന കോർ പോയിൻറ്റിന് നൈബറായിട്ട് വരുന്നതാണ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്? ബൗണ്ടറി പോയിൻ്റ് ആണ്. ഇനി ഇതിലൊന്നും പെടാതെ മാറിക്കിടക്കുന്ന ഒരു പോയിൻറ്റിനെ കണ്ടോ? ടി എന്ന് പറയുന്നത്. അങ്ങനെ കിടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോയ്സ് പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. നൈദർ കോർ നോർ ബൗണ്ടറി. ഇനി നമുക്ക് DB സ്കാൻ്റെ അഡ്വാൻറ്റേജ് ഒരെണ്ണം നോക്കാം. ഹാൻഡിൽസ് നോയ്സ് വെൽ. ഇനി അടുത്തത് DB സ്കാൻ്റെ യൂസ് കേസ് ഏതൊക്കെയാണെന്നും കൂടെ നോക്കി വയ്ക്കാം. അനോമലി ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ DB സ്കാൻ യൂസ് ചെയ്യും. അതേപോലെ തന്നെ സ്പേഷ്യൽ ഡേറ്റ ക്ലസ്റ്ററിങ്ങിന് യൂസ് ചെയ്യും.